നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മുത്തശ്ശി കഥകളിൽ നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ കേട്ടുവളർന്ന ഭയപ്പെടുത്തുന്ന ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള കഥകളെയാണ് നമ്മൾ കേട്ടുവളർന്നത്. അതൊരു പക്ഷേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വളരെ വൈഭവത്തോടു കൂടി നമ്മൾക്ക് പറഞ്ഞു തരികയും നമ്മൾ കേട്ടതിന് ശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസിൽ അത് ഒരു പേടി സ്വപ്നമായിട്ട് വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലങ്ങളിൽ വളർന്നു വന്നതിന് ശേഷവും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടും രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പുറത്താരും പറയുന്നില്ലെങ്കിൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയപ്പാട് ഉണ്ടാകാറുണ്ട്. അത് എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു തലം നമ്മുടെ ആധ്യാത്മിക തലത്തിലുണ്ട്. അതല്ലാതെ സയൻസ് ഇപ്പം അതിൻ്റെ അതിൻ്റെ ഏറ്റവും സൂപ്പർ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സയൻസിൻ്റെ തലം വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ശാസ്ത്രവും നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രവും കൂടി തട്ടിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയേണ്ട ഒരാഗ്രഹം ഏവരുടെയും ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നതിന് എന്നെ പ്രേരിപ്പിച്ചത് ഡോക്ടർ മുരളീകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു ബുക്ക് ഞാൻ വായിക്കാനിടയായി. അനേകം ബുക്ക് ഞാൻ വായിച്ചിട്ടുള്ളൂ ഇതിനെ സംബന്ധിച്ച്. പക്ഷേ ആ ബുക്ക് വായിച്ചപ്പോഴുണ്ടായ കുറേ കാര്യങ്ങൾ, അദ്ദേഹം ഡോക്ടറാണ്, അലോപ്പതി ഡോക്ടറാണ്, അധികം ഡിഗ്രികൾ കരസ്ഥമാക്കിയ ഒരു അലോപ്പതി ഡോക്ടറാണ്. അദ്ദേഹം റിസർച്ച് ചെയ്തതിന് ശേഷം അദ്ദേഹം ഇട്ട കുറേ കാര്യങ്ങൾ, അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ കുറേ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ കൂടി പറയുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ഇത് സയൻസുമായിട്ട് തട്ടിച്ച് എഴുതുമ്പോൾ ഇല്ല എന്നോ ഉണ്ട് എന്നോ പറയുന്നതിന് മുൻപായിട്ട് സയൻസ് എന്താണ് പറയുന്നത് കാര്യം. ഇന്ന് അതായത് പ്രസൻറ്റിൽ, പാസ്റ്റ് വിട്ടേക്കുക, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ തൊട്ട് നോക്കുന്ന ഗൂഗിളിൽ എന്തുകൊണ്ട് സംഭവം എന്നുള്ളതാണ്, അല്ലേ? ഗൂഗിൾ പറയാൻ നമ്മൾ വിശ്വസിക്കുന്നത്. പണ്ട് നമ്മുടെ ആർഷഭാരതത്തിലെ യോഗികൾ പറഞ്ഞൊന്നും നമുക്കത് വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ ഗൂഗിൾ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് തട്ടുന്നത് നമ്മളങ്ങ് വിശ്വസിക്കുക ചെയ്യുന്നത്. അതുതന്നെയാണോ, എന്താണ് സത്യം എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് വളരെയധികം ഡീപ്പായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഡീപ്പായിട്ട് ചിന്തിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം പറയുന്നത് വളരെ യുക്തിയുക്തമായിട്ട് ചിന്തിക്കുമ്പോഴും പലതും വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി മനസ്സിലാക്കേണ്ട കുറേ സംഭവങ്ങൾ, കുറേ കാര്യങ്ങൾ, അനുഭവിച്ചറിയേണ്ട കുറേ കാര്യങ്ങൾ ആധ്യാത്മിക തലത്തിൽ കൂടിയുണ്ട്. ആ ആധ്യാത്മിക തലം കൂടി പണ്ട് നമ്മുടെ യോഗികൾ കണ്ടുപിടിച്ച പല കാര്യങ്ങളും ഇന്ന് വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കൊണ്ട് പോകുന്ന ജനങ്ങൾ അനേകമാണ്. അതിനപ്പുറത്തേക്ക് ഇന്ന് സയൻസും ആ തലത്തിലേക്ക് ഏതാണ്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് യോഗികൾ പറഞ്ഞത് ആദ്യം നമുക്ക് നോക്കാം. എന്താണ് ഇതിന് പിന്നെ, അതായത് ധ്യാനത്തിൽ കൂടിയും അതുപോലെ തന്നെ അവർ കണ്ടുപിടിച്ച സൂക്ഷ്മതലം എന്താണെന്ന് നമുക്ക് നോക്കാം. മരണസമയത്ത് ജീവാത്മാവ് സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരങ്ങളായ ഉറകൾ ഊരിയെടുത്തുകൊണ്ടാണ് സ്ഥൂലദേഹം ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്നു. അത് യോഗികൾ പറയുന്ന വാചകങ്ങളാണ്. ഇപ്പോൾ സയൻസ് പറയുന്നത് ഒരു ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എനർജിയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ എനർജിയാണ് ഒരു ശരീരത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ആ എനർജി ഒരിക്കലും നശിക്കുന്നില്ല എന്നും യോഗികളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ന് ശാസ്ത്രവും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എനർജിയെ ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. കൃഷ്ണൻ പണ്ട് പറഞ്ഞത് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഇതിനെ അസ്ത്രശസ്ത്രം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മുറിവെപ്പിക്കാൻ പറ്റത്തില്ല. അഗ്നിയിൽ ഇതിനെ ഒരു കാരണവശാലും ചാരമ്പലാക്കാൻ പറ്റത്തില്ല, വെള്ളം കൊണ്ട് നനയിക്കാൻ പറ്റത്തില്ല, കാറ്റുകൊണ്ട് ഉണക്കാനും പറ്റത്തില്ല എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ അതേ തത്വം തന്നെയാണ് ഇന്ന് എനർജിയെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതിനെ ഒരു കാരണവശാലും നശിപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ ഇത് എവിടേക്ക് പോകുന്നു അതല്ലേ അറിയണ്ടേ.
ഇപ്പം ഞാൻ പറയുന്ന യോഗികൾ പറഞ്ഞതും ഇന്ന് ശാസ്ത്രം പറയുന്നത് തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ എനർജി ഒരിക്കലും നശിക്കുന്നില്ല. അപ്പോൾ ഒരു ശരീരത്തിൽ നിന്നും ഉറകൾ ഊരിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് എല്ലാ എനർജി തലങ്ങളെയും ഒരുപോലെ ഒരു ജഡശരീരത്തിൽ നിന്നും ഊരി മാറ്റി സൂക്ഷ്മതലത്തിൽ നിലകൊള്ളുന്നതാണ് ഈ സംഭവമെങ്കിൽ, സ്ഥൂല ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടോ, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, അങ്ങനെ 17 കൂട്ടം കാര്യങ്ങളാണ് ഒരു സൂക്ഷ്മ ശരീരത്തിൽ നിലകൊള്ളുന്നത്. മനസ്സുൾപ്പെടെയുള്ള 17 കൂട്ടം കാര്യങ്ങളാണ് ഒരു സൂക്ഷ്മ ശരീരത്തിൽ നിലനിൽക്കുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിൽ നിലനിൽക്കുന്നത് നാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണെങ്കിൽ, ആ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിനെ കാണിക്കാനും, കാഴ്ചയ്ക്ക് കണ്ണിന് കാഴ്ച കൊടുക്കാനും, കേൾവിക്ക് ശബ്ദം കേൾക്കാനും ഉതകുന്ന രീതിയിൽ ഉള്ളിൽ വർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മുടെ യോഗി മനസ്സിലാക്കി. അതിനെ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. തന്മാത്രകൾക്ക് അപ്പുറത്തേക്കാണ് മനസ്സെന്ന് പറയുന്നത്. മസ്തിഷ്കം അതിസൂക്ഷ്മമായ തലത്തിൽ നാം കാണുന്ന ബ്രെയിൻ എന്ന് പറയുന്നത്, തലച്ചോറ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അത് അങ്ങനെ ഒരു വസ്തു അവിടെ ഉണ്ട്, മരിച്ചു കഴിയുമ്പോഴും ഉണ്ട്, അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്ന സാധനം എന്താണ്? അതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ആ തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിലനിൽപ്പിൻ്റെ തലത്തിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് എനർജിയാണെന്നും ആ എനർജി ഒരു കാരണവശാലും നശിപ്പിക്കാൻ പറ്റില്ലെന്നും, സ്ഥൂല ശരീരത്തിൽ അത് പ്രവർത്തിച്ചിരുന്നത് കൊണ്ടാണ് സ്ഥൂല ശരീരം പ്രവർത്തിച്ചതെന്നും നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവും. അത് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതൊരു കെട്ടുകഥ പോലെ നിങ്ങൾ കേൾക്കുള്ളൂ എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരീരത്തോടുള്ള അമിതമായ മമതയും അഭിമാനവും കൊണ്ട്, ശരീരാഭിമാനവും കൊണ്ട് ഈ ഇറങ്ങിപ്പോയ സൂക്ഷ്മ ശരീരം, പലയിടത്തും നിങ്ങൾ ഇത് സിനിമയിലുമൊക്കെ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. ഈ സൂക്ഷ്മ ശരീരം അത് മാറി നിന്ന് തൻ്റെ സ്ഥൂല ശരീരത്തെ കാണുകയാണ്. കാരണം അത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും പറയുന്ന അതിന് കേൾക്കാം, പക്ഷെ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റത്തില്ല. അത് 4th ഡയമെൻഷനിലേക്ക് പോവുക. അപ്പോൾ ആ 4th ഡയമെൻഷനിലേക്ക് പോകുന്ന ഒരു സംഭവത്തിന് നിങ്ങളെ കാണാൻ പറ്റും, എല്ലാ സംഭവങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് അതെല്ലാം അറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കതിനെ കാണാനോ അതുമായിട്ട് സമ്പർക്കം പുലർത്താനോ ഒരു സാധാരണ വ്യക്തിക്ക് സാധ്യമല്ല. നിങ്ങൾ ആ തലത്തിലേക്ക് ഉയർന്നാൽ, എനർജി തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുമായിട്ട് സംവദിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ ശരീര അഭിമാനം കൊണ്ട് ഇത് പിന്നെയും പോകാതെ നിൽക്കുകയാണ്, പിന്നെയും ശരീരത്തിൽ കയറണമെന്നുള്ള ആഗ്രഹത്തോട് നിൽക്കുകയാണ്. അപ്പം ഈ ശരീരത്തിൻ്റെ മുകളിൽ ജഡത്തെ നോക്കിക്കൊണ്ട് ഇത് വ്യസനിച്ചങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്നാണ് സംഭവിച്ചത്, പെട്ടെന്നങ്ങ് പോയി, ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഈ അറിവില്ലാത്ത തലത്തിൽ പെട്ടെന്നത് പോയി കഴിയുമ്പം എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സൂക്ഷ്മ ശരീരത്തിന് ഒരു ഐഡിയയും കിട്ടാത്ത തരത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. ഈ ഭൂലോകത്തിൽ നിന്നും ഭൂവർലോകത്തിൽ, അതായത് മറ്റ് ലോകത്തിലേക്ക് കടക്കാനുള്ള ഒരു തലം ഇതിനുണ്ടെന്നും അത് സാധിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് വ്യസനിച്ച് നിൽക്കുകയാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ പ്രയാണം ചെയ്യണമെങ്കിൽ അതിന് ഉചിതമായ സുഹൃതം ചെയ്തേ മതിയാവും. ജീവിച്ചിരിക്കുമ്പം സ്വകർമ്മത്തിലൂടെ നല്ല സുഹൃതം കിട്ടുന്ന രീതിയിൽ സ്വകർമ്മം ചെയ്ത് നേടിയെടുത്തേ പറ്റൂ. നേടിയെടുത്തില്ല എങ്കിൽ ഇതിന് ഉപരിതലത്തിലുള്ള ലോകങ്ങളിലേക്ക് കടക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ വരും. അങ്ങനെയാണ് ഇത് വ്യസനിച്ച് നിൽക്കുന്ന ഒരു തരത്തിലേക്ക് വരുന്നത്. അതില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? ഇത് ശരീരത്തിലേക്ക് തിരിച്ചു കയറാനുള്ള ശ്രമം നടത്തുന്നത് പല പ്രാവശ്യം ഞാൻ അറിഞ്ഞതും അതുപോലെ മനസ്സിലാക്കിയതുമായ ചില കാര്യങ്ങളാണ്. പുസ്തകത്തിൽ കൂടി മാത്രമല്ല, ചില അനുഭവങ്ങളിൽ കൂടി പറഞ്ഞ് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. മറ്റുള്ളവർ പറഞ്ഞതല്ല, അനുഭവത്തിൽ കൂടി പറയുകയാണ് ചില കാര്യങ്ങൾ. അപ്പോൾ അത് അങ്ങനെ ശരീരത്തിലേക്ക് കയറാൻ സാധിക്കുന്ന രീതിയിൽ അത് പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കും. അത് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ സ്വന്തം ശരീരത്തിലേക്ക് കയറാൻ ഒരു കാരണവശാലും ഇതിന് സാധ്യമല്ല. കാര്യം, ഒരു പ്രാവശ്യം ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരം വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിന് ഈ ഭൂമിയിൽ ഒന്നുകിൽ അലഞ്ഞു കിടക്കുക, അല്ലെങ്കിൽ അത് ഉപരിതലത്തിലുള്ള ലോകങ്ങളിലേക്ക് പോവുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വ്യസനിച്ചും നിരാശപ്പെട്ടും അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും. വ്യസനിച്ചും നിരാശപ്പെട്ടും നിൽക്കുന്നത് എന്താണ്? ശരീരമല്ല ഇതൊന്നും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളിലുള്ള മനസ്സ്
അതിസൂക്ഷ്മമായ വിഭൂതിയാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇതെൻ്റെ വിഭൂതിയാണ്. 11-ാമത്തില്ല 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇതെൻ്റെ വിഭൂതിയാണ്. ഈ വിഭൂതി എന്ന് പറയുന്ന അതിസൂക്ഷ്മമാണ്. അതിനെ ഏകാഗ്രപ്പെടുത്തി ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്ക് പരമമായ തലത്തിലേക്ക് എത്താൻ അത് നിന്നെ സഹായിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും മുതിരാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഭൗതിക തലത്തിൽ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട്, പല കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും ആ തലത്തിൽ വ്യാപരിച്ചുകൊണ്ടും നിൽക്കുന്നത് കൊണ്ട് ഈ മനസ്സിന് ഏകാഗ്രത ഉണ്ടാവാനോ അടുത്ത തലത്തിലേക്ക് ഈ അറിവ് കിട്ടാനോ പരമമായ ജ്ഞാനമില്ല, അത് കിട്ടാനോ സാധ്യമാകാത്തത് കൊണ്ട് അത് നിരാശപ്പെട്ടും വ്യസനിച്ചും നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ശരീരം ദഹിപ്പിക്കുക എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതിൻ്റെ പിന്നിലെ തത്വം ഇതാണ്. ദഹിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനുള്ളിലേക്ക് കടക്കാനുള്ള ആഗ്രഹം അത് ഉപേക്ഷിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ, ശരീരമുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഒരു ഒരു ആഗ്രഹം ഇങ്ങനെ നിലനിൽക്കും. കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് പോയല്ലോ എന്നുള്ള ചിന്തയാണ്, വ്യസനമായിരിക്കും. പക്ഷെ അവിടെ നിന്നുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളൊരു തോന്നൽ അതിനുണ്ടാവും. അതുകൊണ്ട് ശരീരം ദഹിപ്പിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. അഥവാ ആ ശരീരം മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ പിന്നെ ജലത്തിൽ നിമജ്ജനം ചെയ്യുവോ, അല്ലെങ്കിൽ പലരും ചെയ്യാറുള്ള കാര്യം ഗംഗയെ കൊണ്ടൊഴുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ മണ്ണിൽ കുഴിച്ചിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ജീർണിക്കും തോറും നിരാശയും ദേഷ്യവും എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം എന്ന് പറയാൻ ചെയ്തവരോടുള്ള ദേഷ്യമാണ്. അതിനത്രേ അറിവുള്ളൂ. ആ അറിവിനപ്പുറത്തേക്ക് അതിന് കടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് കടക്കണം എന്ന് പറഞ്ഞതിൻ്റെ ജീവിച്ചിരിക്കുമ്പം ഇത് സാധിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു വിചാരം, ഒരു അറിവ് നമ്മളിലുണ്ടാവണം. അപ്പം അതങ്ങനെ ചെയ്തില്ല എങ്കിൽ ആ കുഴിക്കട പോയിരുന്ന് കരയും എന്നൊക്കെ പറയുന്ന പണ്ട് ആളുകൾ പറയുന്നത് ഇത് വളരെ സത്യമാണ്. അപ്പോൾ അതെന്താ, ജീർണിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ശരീരത്തെ കണ്ട് കൂടുതൽ ദുഃഖിച്ചും ശോഭിച്ചും കഴിയും. അങ്ങനെ ശരീരം മറവ് ചെയ്തതിന് ശേഷം സുഹൃതരാഹിത്യം മൂലം വ്യസനിച്ചുകൊണ്ടേയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകാൻ, എന്ത് ചെയ്യാൻ എന്നുള്ളതല്ല ആ തരത്തിലേക്ക്. പലരും വിചാരിക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റായ ധാരണയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, മരിച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാകുന്നത്. ചെയ്തതെല്ലാം, കർമ്മങ്ങളെല്ലാം ഓർമ്മിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. സൂക്ഷ്മതലത്തിൽ ബുദ്ധിയുണ്ട്, ഓർമ്മ നിലനിൽക്കും. ഈ ഓർമ്മയിൽ നിലനിന്നുകൊണ്ട് വ്യസനിച്ചുകൊണ്ടേയിരിക്കും. കാര്യം ചെയ്ത തെറ്റുകളെല്ലാം ഓർത്തോർത്ത് ദുഃഖിക്കുന്ന സമയം ഇപ്പോഴല്ല, മരിച്ചതിന് ശേഷം. ശരീരത്തിൽ കഴിച്ചുകൂട്ടിയ അനുഭവങ്ങളെയും ഓർത്തുകൊണ്ട് നിരാശനായി ചുറ്റി അലഞ്ഞുകൊണ്ടേയിരിക്കും. ചുറ്റി അലയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പോവാൻ വേറെ ഇടവില്ല. അറ്റാച്ച്മെൻ്റ് എത്ര കൂടുന്നോ പോവാൻ ഇടവില്ലാത്തത് കൊണ്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലത്ത് തന്നെ ചുറ്റി അടിക്കേണ്ട ഒരു ഗതികേട് വരും. എവിടേക്കോ ഞാൻ കണ്ടായിട്ട് തോന്നുന്നുണ്ട്, ക്യാമറയിൽ അപ്പൂപ്പൻ കിടന്ന സ്ഥലത്ത് ക്യാമറയിൽ അപ്പൂപ്പൻ പിന്നെയും മരിച്ചതിന് ശേഷം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതായിട്ട് ക്യാമറ കാണിക്കുന്നു. വളരെ എന്താണ് പറയുന്നത്, മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മതലത്തിലുള്ള ക്യാമറ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ടത് കണ്ടുപിടിക്കാൻ സാധിക്കും. കിർലിയൻ ക്യാമറ പോലുള്ള ക്യാമറ ഉണ്ടെങ്കിൽ ഇതിനെ കണ്ടുപിടിക്കാൻ, ഇതാണ് USA ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. കിർലിയൻ ക്യാമറ അതിനെക്കാട്ടിലും ശക്തിയേറിയ ക്യാമറ കൊണ്ട് അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പോയിട്ടില്ല എന്ന് അവർ പറയുന്നതിൻ്റെ പിന്നിൽ ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ശരീരവാഹിയായ ഇങ്ങനെ അലഞ്ഞു കിടക്കുന്ന ശരീരവാഹിയായ സൂക്ഷ്മ ശരീരവാഹിയായ സംഭവത്തിനെയാണ് പ്രേതം എന്ന് പറയും. അപ്പം മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാതെ പോകുന്ന തലത്തിൽ, മരണാനന്തര കർമ്മങ്ങൾ ഹിന്ദു ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായി പറയുന്ന കുറേ മരണാനന്തര കർമ്മങ്ങളുണ്ട്. അത് മകനോ മകളോ അല്ലെങ്കിൽ ഏറ്റവും രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ആ കർമ്മം ചെയ്ത് സുഹൃതത്തിലേക്ക് അതിനെ നയിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നതിൻ്റെ പിന്നിലെ തത്വം ഇതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ അപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയാണല്ലോ സംഭവം എന്ന് ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷേ ഈ ഭൂലോകത്തിൽ അത് ചുറ്റിത്തിരിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ഈ ജീവാത്മാക്കളെയാണ് പ്രേതം എന്ന് പറയുന്നത്. ഇവിടെ ജീവാത്മാക്കൾ എന്തുകൊണ്ടാണ് ജീവാത്മാക്കൾ എന്ന് പറയുന്നത് അവിടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആത്മാവ് ജീവാത്മാവ് രണ്ടായിട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ആത്മതത്വം എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് ആത്മതത്വം എന്ന് പറയും.
ജീവാത്മാവ് എന്ന് പറയുന്ന ആത്മതത്വത്തിൻ്റെ പ്രതിബിംബ അംശം മാത്രമാണ്. ആ പ്രതിബിംബ അംശം ശരീരത്തിൽ കയറി ഒരു ജഡത്തിൽ വന്നതിന് ശേഷം സ്വയം പ്രകാശിക്കാൻ തുടങ്ങുകയും, എന്നാൽ ആ പ്രകാശം പല ജന്മങ്ങൾ കഴിയുന്തോറും ആ പ്രകാശം മങ്ങിത്തുടങ്ങുകയും ചെയ്യും. ആ മങ്ങിത്തുടങ്ങുന്ന പ്രകാശം ഒരു റാന്തൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിലെ തിരി കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ റാന്തലിൻ്റെ ചിമ്മിനിക്കകത്ത് പുക കയറി അത് കരിയായി പോകുന്നത്, അതുപോലെ നമ്മളിലെ ആത്മതത്വത്തിൻ്റെ പ്രകാശം കുറഞ്ഞു വന്ന് അത് പ്രകാശത്തിൻ്റെ ഏറ്റവും ഒരു കിരണമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോഴേ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന മനസ്സിന് ഭൗതിക തലത്തിലല്ലാതെ മറ്റൊന്നിനും ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രയത്നം ചെയ്ത് ആ ഉള്ളിലിരിക്കുന്ന പ്രകാശ തത്വത്തെ പൂർണ്ണമായ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് സാക്ഷാത്കാര പദവിയിലേക്ക് ഒരു വ്യക്തിക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഇതിൽ നമ്മൾക്ക് ശ്രമമില്ലാത്തത് കൊണ്ടും താല്പര്യപ്പെടാത്തത് കൊണ്ടും കഴിഞ്ഞ ജന്മങ്ങളിലെ ദുർവാസനകൾ ഉള്ളതുകൊണ്ടും, അതായത് സംസ്കാരത്തിൻ്റെയും കർമ്മവാസനയും ദുർവാസന ഉള്ളതുകൊണ്ട് ഇത് ഒരു കാരണവശാലും പ്രകാശതലത്തിലേക്ക് വരാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.